ഒരു ദിവസത്തിലെ കൂടുതൽ സമയം നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ടോ? മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഫോൺ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടോ? ഒരാവശ്യമില്ലാതെയും ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കാൻ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം യെസ് ആണെങ്കിൽ മാത്രം ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം. ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഈ വീഡിയോയ്ക്ക് ഒരു പക്ഷേ ആയേക്കാം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടുള്ളൊരു അറ്റൻഷൻ, ഫുൾ അറ്റൻഷൻ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ, അത് കുട്ടികളായാലും മുതിർന്നവരായാലും ആർക്കായാലും ഫുൾ അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ ഫോൺ വെച്ചിരുന്നിട്ട് കാര്യമില്ല. അത് പറയുന്നത് നിങ്ങളെക്കാൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ഈ ഫോണാണ് എന്നാണ്. ഒരാവശ്യമുണ്ടായിട്ടും ഇല്ലാതെയും വെറുതെ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതൊരു നല്ല കാര്യമല്ല. അതേപോലെ തന്നെ ഡൈനിങ് ടേബിളിൽ ഫോൺ കമഴ്ത്തി വയ്ക്കുകയാണെങ്കിലും നിവർത്തി വയ്ക്കുകയാണെങ്കിലും ഫ്ലൈറ്റ് മോഡിലിട്ട് വയ്ക്കുകയാണെങ്കിലും സൈലൻറ്റിലാക്കി വയ്ക്കുകയാണെങ്കിലും വൈബ്രേഷനിലാക്കി വയ്ക്കുകയാണെങ്കിലും ഡു നോട്ട് ഡിസ്റ്റർബിലാക്കി വയ്ക്കുകയാണെങ്കിലും ഡൈനിങ് ടേബിളിൽ ഫോൺ വയ്ക്കുന്നതും അത്ര ശരിയായിട്ടുള്ള ഒരു പ്രവർത്തനമല്ല. കാരണം ഫുഡിനെ അതേപോലെ തന്നെ ആഹാരത്തിന് നിന്ദിക്കുകയും അതേപോലെ തന്നെ മറ്റുള്ളവരോട് ഒരു പുച്ഛം ആയിട്ടുള്ളൊരു മനോഭാവം കാണിക്കുകയുമാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഈ രണ്ടെണ്ണത്തിനും ഉത്തരം നിങ്ങളുടെ എസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വലിയൊരു പ്രശ്നം, യു ഹാവ് എ ബിഗ് പ്രോബ്ലം, ഒരു വലിയൊരു പ്രശ്നത്തിലാണ് നിങ്ങളിപ്പോൾ. അതേപോലെ പലരും ബാത്റൂമിലേക്ക് അടക്കം ഫോണും കൊണ്ടുപോകുന്നവർ ഉണ്ട് അല്ലേ? ഇപ്പോൾ ഇത് കാണുന്നവർ തന്നെ ഒരുപാട് പേര് അങ്ങനെ ഉണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴും തന്നെ ഫോൺ എടുത്ത് വേണം. എണീറ്റ് കഴിഞ്ഞാലും ആദ്യം നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നതിന് മുമ്പ് തന്നെ ഫോണാണ് എടുത്ത് നോക്കുന്നത്, സ്റ്റാറ്റസും അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പാണ് വലിയൊരു പ്രശ്നത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയൊരു പ്രോബ്ലമാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ പ്രോബ്ലം അല്ല ഡിസ്കഷൻ, സൊല്യൂഷനാണ് നമ്മുടെ ഡിസ്കഷൻ അല്ലേ? എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. പക്ഷേ ആ പരിഹാരം കണ്ടെത്താൻ നമ്മളുടെ മനസ്സ് കാണിക്കണം. അല്ലെങ്കിൽ കണ്ടെത്തി തരുന്നവരെ നമ്മൾ ഒന്ന് ബഹുമാനിച്ച് ആ ഒരു എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും ശ്രമിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറയുന്നത്. ഒട്ടും തന്നെ വലിച്ചു നീട്ടാതെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സൊല്യൂഷൻ എന്താണെന്ന് കേട്ട് അത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ ഈ വലിയ പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്കും ഉറപ്പായിട്ടും, ഇത് ഫോൺ അഡിക്ഷൻ മാത്രമല്ല ഞാൻ പറയുന്നത്, കാരണം ഇതിലൂടെ വരുന്നത് ഡിപ്രഷനാണ്, മറ്റുള്ളവരുമായുള്ള സ്വരച്ചേർച്ചയാണ്, മറ്റുള്ളവരുടെ മാനസിക വേദനയാണ്, ഇതെല്ലാമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനുള്ള സൊല്യൂഷൻ ഇപ്പം തന്നെ കാണാം. ഈ മാജിക് കാര്യമാണ് നമ്മുടെ ഇതിനുള്ള സൊല്യൂഷൻ. പ്രാർത്ഥനയിലൂടെ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. കാരണം പ്രാർത്ഥിച്ച് മൊബൈൽ അഡിക്ഷൻ ഇല്ലാതാക്കാം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. കാരണം നമുക്ക് മൊബൈൽ എടുക്കാൻ തോന്നുന്ന നേരത്ത്, ആവശ്യമില്ലാത്ത നേരത്ത്, ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് കാണണം, നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം, എല്ലാം വേണം. പക്ഷേ ആവശ്യമില്ലാത്തൊരു സമയത്ത് അറ്റ്ലീസ്റ്റ് രാവിലെ എണീറ്റതും അല്ലെങ്കിൽ തന്നെ കഴിക്കുന്നതിന് മുമ്പ്, ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏത് ദൈവത്തെയും, നിങ്ങൾക്ക് ഏത് ദൈവത്തെയും ആരാധിക്കാം. ഈ നമ്മുടെ ചാനൽ ഒരു മതത്തിനും എഗെയിൻസ്റ്റ് അല്ല, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ദൈവം, നിങ്ങൾ ഏത് മതവിശ്വാസിയായാലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സർവേശ്വരന് നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായാലും അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പായിട്ടും ഈ ഫോൺ നോക്കി ഉറങ്ങുന്ന അത്ര നല്ല ശീലമൊന്നുമല്ല. അതേപോലെ തന്നെ രാവിലെ എണീറ്റ് തോന്നുന്നു പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഒരു പോസിറ്റീവ് എനർജി, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പോസിറ്റീവ് എനർജി നമ്മളറിയാതെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇവിടെ തന്നെ വന്നൊന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ അറിയാതെ തന്നെ ഒരു വലിയൊരു എനർജിയുടെ ഒരു പ്രഭാവലയം പോലെ ഒരു വലയം നമ്മളിൽ ക്രിയേറ്റ് ചെയ്തുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മന്ത്രമോ ഒന്നും ജപിച്ച് പ്രാർത്ഥിക്കണം എന്നൊന്നല്ല പറയുന്നത്. ഒന്ന് ഈശ്വരനെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ തന്നെ മതി. കാരണം അതിലൂടെ നമുക്ക് വരാൻ പോകുന്നത് വലിയ ചേഞ്ചാണ്. അപ്പോൾ ഇതത് കേട്ട് സ്കിപ്പ് ചെയ്ത് എനിക്കറിയാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പോരുതെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഫുള്ളായിട്ട് കുറച്ചുകൂടെ ഉള്ളൂ, അപ്പോൾ അത് ഫുള്ളായിട്ട് കണ്ടിട്ട് പോകും. അപ്പോൾ ഈ ഒരു പ്രെയറിനൂടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇറ്റ് ടേക്സ് 21 days ടു ഫോം എ ഹാബിറ്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? 21 ദിവസം കൊണ്ട് നമുക്കൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് ഇതിൽ പറയുന്നത്. 21 ദിവസം മാത്രം. സമയങ്ങളൊക്കെ വേഗം പോയിക്കൊണ്ടിരിക്കും, ദിവസങ്ങളൊക്കെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. 21 ദിവസം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ 21 ദിവസം കൊണ്ട് നമുക്കൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കുന്നുണ്ട്. കാരണം 21 ദിവസം കൊണ്ടൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല നമുക്ക് പറ്റുന്നത്. ഇതൊന്ന് കണ്ടു നോക്കൂ. ഇറ്റ് ടേക്സ് 21 days ടു മേക്ക് ഓർ ബ്രേക്ക് എ ഹാബിറ്റ്. ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു ദുശീലമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും നമുക്കത് ബ്രേക്ക് ചെയ്തെടുക്കാനും ഈ 21 ദിവസം തന്നെ മതിയാവും. അപ്പോൾ നിങ്ങൾ ഇന്ന് തുടങ്ങി, ഈ വീഡിയോ കാണുന്ന ദിവസം തുടങ്ങി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. രാവിലെ എണീറ്റതും ജസ്റ്റ് ഒന്ന് ഭഗവാനെ അല്ലെങ്കിൽ ഈശ്വരൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തെ അല്ലെങ്കിൽ ആരാണോ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് അവരൊന്ന് പ്രാർത്ഥിച്ച് നോക്കൂ. അതേപോലെ തന്നെ കഴിക്കുന്നതിന് മുമ്പും അതേപോലെ തന്നെ ഫോണിൻ്റെ ഉപയോഗം അതനുസരിച്ചൊന്ന് കമ്മിയാക്കി നോക്കൂ. നല്ലൊരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ കാണാം. സന്തോഷമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ, പോസിറ്റീവായിട്ടിരിക്കൂ, മറ്റുള്ളവർക്കും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യൂ. ഈ വീഡിയോയിൽ പറഞ്ഞതിൽ 1% കാര്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, 1% ഉപയോഗമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇതേപോലത്തുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും മറക്കരുത്.
ആവശ്യത്തിന് എല്ലാം നല്ലതാണ്. അധികമായാൽ അമൃതം വിഷം എന്നാണ്. അപ്പോൾ എല്ലാം അളവോടെ തന്നെ യൂസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ബൈ.